വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. KSEB ഓഫീസിലേക്കായിരുന്നു പ്രതിഷേധ മാർച്ച്. എൽദോസ് കുന്നപ്പിള്ളി MLA സമരം ഉദ്ഘാടനം ചെയ്തു. നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു. കൃഷ്ണൻകുട്ടി കൂട്ടരുമെല്ലാം KSEB കട്ടുമുടിച്ച് കൊള്ളയടിച്ച് തകർക്കും നേരം അതിന്റെ ബാധ്യത തീർക്കാനായി കറണ്ട് ചാർജ് കൂട്ടുന്നേ. അന്യായമായി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച സർക്കാർ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പെരുമ്പാവൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. എൽദോസ് കുന്നപ്പിള്ളി MLA പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ്, ജനങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അയൽ സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കർണാടക ഒക്കെ എടുത്തു നോക്കണം. അവിടെയൊക്കെ വൈദ്യുതി നല്ല ശതമാനവും സൗജന്യമാണ്. വ്യവസായ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന സൗജന്യങ്ങൾ ഏറെയാണ്. വ്യവസായങ്ങൾ വർദ്ധിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. വ്യവസായശാലകൾ അടച്ചിട്ട് കഴിഞ്ഞാൽ നിന്നുപോയാൽ ഈ രാജ്യത്തിലേക്ക് പോകും. ഏറ്റവും അധികം വ്യവസായങ്ങളുള്ള സ്ഥലമാണ് പെരുമ്പാവൂര്. നമ്മൾ എത്ര ലക്ഷം പേർക്കാണ് തൊഴിൽ കൊടുക്കുക? അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ബംഗാളികളല്ലേ, അതിഥി തൊഴിലാളികളല്ലേ? ഈ അതിഥികളാണ് മലയാളികൾ മറ്റു സ്റ്റേറ്റുകളിൽ പോകുമ്പോൾ. ലക്ഷക്കണക്കിന് ഇവിടെ വരുന്ന, കേരളത്തിൽ വരുന്ന അതിഥി തൊഴിലാളികളെക്കാൾ 10 മടങ്ങ് അതിഥികളായിട്ടാണ് നമ്മുടെ കുട്ടികൾ ജോലി അന്വേഷിച്ച് വിദേശ രാജ്യങ്ങളിൽ മറ്റു സ്റ്റേറ്റുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വ്യവസായശാലകൾ കൂട്ടാൻ പോകുന്നു. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ വീടുകളിൽ നിശ്ചലമാകുന്ന അവസ്ഥ ഉണ്ടാകാൻ പോകുന്നു. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ബ്ലോക്ക് പ്രസിഡന്റ് ഷാജി സലീം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MM ഷാജഹാൻ, UDF കൺവീനർ O ദേവസി, ജോയിന്റ് കൺവീനർ PK മുഹമ്മദ് കുഞ്ഞ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിവിധ സംഘടനാ ഭാരവാഹികൾ, പോഷക സംഘടനാ നേതാക്കൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. എല്ലാ തരത്തിലും അഴിമതിയും അനീതിയും ധൂർത്തും ആർഭാടവും സ്വജനപക്ഷപാതവും ഒക്കെയായി കേരളത്തിന്റെ സാമ്പത്തിക മേഖലയെ ഊറ്റിയെടുത്ത് തകർത്ത് ഈ നെറുകെട്ട ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ വൈദ്യുതി ചാർജ് വർധനവിലൂടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി ഒരു ഗവൺമെന്റ് കടന്നു പോകുമ്പോൾ ഈ ഗവൺമെന്റിനായിട്ടുള്ള അതിശക്തമായ ജനകീയ സമരങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതിന്റെ പ്രചരണം താഴെ തലത്തിലെത്തിച്ച് ഇത് അനുഭവിക്കുന്ന ജനങ്ങളെ മുഴുവൻ ഈ ഗവൺമെന്റിനായി പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെയുള്ള ആർജവം ഉണ്ടാക്കിയെടുക്കാനുള്ള ശക്തമായിട്ടുള്ള നിലപാടുമായി നമുക്കെല്ലാവർക്കും മുന്നോട്ട് പോകണം. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളും വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളും ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളും ഒക്കെ താഴെ തലത്തിൽ ഈ കാര്യങ്ങൾ ജനങ്ങളെ ഓർമ്മപ്പെടുത്തി ഒരു നെറുകെട്ട ഗവൺമെന്റിനായിട്ടുള്ള ശക്തമായ പ്രതിഷേധത്തിന്റെ അലയൊലികൾ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മുന്നോട്ട് വരണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.